ഇന്നത്തെ വചനചിന്ത യേശുവിൽ ആശ്രയിച്ച് മുന്നേറുക. യേശുവിൽ ആശ്രയിക്കുന്നവൻ പ്രതികൂലങ്ങളിൽ വളരും. യേശുവിൽ ആശ്രയിക്കുന്നവൻ ക്ഷീണിച്ച് തളർന്നു പോവുകയില്ല, പരാജയം സംഭവിക്കുകയില്ല. കാരണം മരണത്തെയും പാതാളഗോപുരത്തെയും തോൽപ്പിച്ച കർത്താവ് യേശു ക്രിസ്തു താങ്കളെ ക്ഷീണിക്കുവാനോ തോൽക്കുവാനോ അനുവദിക്കുകയില്ല. യേശുവിൽ ആശ്രയിച്ച് മുന്നേറുക. താങ്കൾ യാത്ര ചെയ്യുന്ന പടകിനെ തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും പ്രതികൂലമാകുന്ന കാറ്റിനാൽ മുക്കിക്കളയുവാനും ശത്രു ശ്രമിക്കുമ്പോൾ താങ്കളുടെ പടകിനെ മുക്കുവാൻ യേശു സമ്മതിക്കുകയില്ല. കടഭാരത്താൽ മുങ്ങി താഴുകയാണോ? രോഗത്താൽ മുങ്ങി താഴുകയാണോ? പരാജയത്താൽ ക്ഷീണിതനാണോ? എന്നാൽ വിളിച്ചു പറയണം, എനിക്ക് ആശ്രയിക്കുവാൻ എൻ്റെ യേശു ഉണ്ടെന്ന്. 118 സങ്കീർത്തന പുസ്തകം 8 തിരുവചനത്തിൽ ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്. അതിനാൽ വിളിച്ചു പറയണം, എനിക്ക് ആശ്രയിക്കുവാൻ യേശുവുണ്ട്. എൻ്റെ ഭാരങ്ങൾ ചുമക്കുന്ന, എനിക്കായി കരുതുന്ന, നിരാശയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന യേശു എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ തളർന്നു പോകുകയില്ലെന്ന്. ആകയാൽ നിരാശയിൽ തളർന്നു വീഴാതെ പ്രത്യാശയോടുകൂടെ യേശുവിൽ ആശ്രയിച്ച് മുന്നേറുക. എവിടെയൊക്കെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെയെല്ലാം സർവശക്തനായ ദൈവം താങ്കളെ കരം പിടിച്ചുയർത്തും. മനുഷ്യർ കൈവിട്ടാലും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കർത്താവ് കൂടെയുണ്ടാകും. ജീവിതത്തിൽ സകല പ്രതികൂലങ്ങളും അസ്തമിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെടുമ്പോൾ ഓർക്കുക, ഭക്തനായ ദാനിയേലിൻ്റെ കൂടെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന ദൈവമുണ്ട്. ഭക്തനായ ദാനിയേലിനെ വിടിവിച്ച ദൈവം താങ്കളെ വിടിവെപ്പാൻ ശക്തനാണ്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുഴുകിയ ഭക്തനായ യോസേഫ്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 7 തിരുവചനത്തിൽ ഭക്തനായ യോസേഫ് വിളിച്ചു പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന് ഗുണമാക്കി തീർത്തുവെന്ന്. കർത്താവ് താങ്കളെ അനുഗ്രഹിപ്പാൻ തീരുമാനിച്ചാൽ താങ്കൾക്കായി ദൈവം കരുതി വച്ച ആത്മികവും ഭൗതികവുമായ നന്മകളെ മുടക്കിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. കല്ലറയുടെ ഉറപ്പിനും പടയാളികളുടെ കാവലിനും യേശുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ സാധിച്ചില്ല എങ്കിൽ താങ്കൾക്ക് വേണ്ടി ദൈവം കരുതും. താങ്കളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നൽകുന്ന അനുഗ്രഹത്തെ തടയുവാൻ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. വചനം ശ്രവിക്കുന്ന താങ്കൾ വർഷങ്ങളാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ കർത്താവ് മറുപടി അയച്ച് താങ്കളെ ഉയർത്തും. മരിച്ചു 4 നാളായി നാറ്റം വച്ച ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നു. ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ലാസറിൻ്റെ ഭവനത്തിൽ വെളിപ്പെട്ടു. താങ്കളുടെ വിഷയം എത്ര വലിയ പ്രതികൂലം നിറഞ്ഞതാണെങ്കിലും യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 139 സങ്കീർത്തന പുസ്തകം 5 തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട്, മുൻപിലും പിൻപിലും അവിടുന്ന് താങ്കളുടെ കാവലായിരിക്കുന്നുവെന്ന്. ദൈവകരം താങ്കളുടെ കൂടെയുണ്ട്. ആകയാൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിക്കുക. മറ്റാരും കാണാതിരിപ്പാൻ താങ്കൾ മറച്ചു പിടിക്കുന്ന കണ്ണുനീർ തുള്ളികൾ കർത്താവ് കാണുന്നുണ്ട്. താങ്കളുടെ കണ്ണുനീരിന് മറുപടി നൽകി താങ്കളെ മാനിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. താങ്കൾ ഒറ്റയ്ക്കെന്ന് കരുതി കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഓർക്കുക, കണ്ണുനീരിൻ്റെ പ്രതിഫലം വലുതായിരിക്കും. കഷ്ടതയുടെ അവസ്ഥയിലും താങ്കളുടെ കൂടെ നിൽക്കുന്ന യേശുവുണ്ട്. താങ്കളെ തള്ളിക്കളയാതെ, പരാജയപ്പെടുവാൻ അനുവദിക്കാതെ, തകർന്നു പോകാതെ കർത്താവ് വിജയിപ്പിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. താങ്കൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം നൽകുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 8 തിരുവചനം പ്രകാരം വായിക്കുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. വചനം ശ്രവിക്കുന്ന താങ്കൾ കർത്താവ് യേശു ക്രിസ്തുവിനാണ് ആശ്രയിക്കുന്നെങ്കിൽ താങ്കളുടെ മുൻപിൽ അടയപ്പെട്ട വാതിലിനെ ദൈവം തുറക്കുവാനിടയാകും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിക്കുക. ഭക്തനായ ദാവീദ് പ്രകാരം വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കുമെന്ന്. ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത തകർച്ചകൾ കടന്നു വരുമ്പോൾ, പരാജയങ്ങൾ കടന്നു വരുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക, താങ്കളുടെ മേലുള്ള വാഗ്ദത്തം വലുതാണ്. ആ വാഗ്ദത്തം നിവർത്തീകരിപ്പാൻ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ
വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.